നമുക്കൊന്ന് ഒരു സ്ഥലം വരെ പോകാൻ കേട്ടോ. അതാണ് കുറ്റിയും പറിച്ച് രാവിലെ തന്നെ പോയേ ആൽവിയുടെ കൂടെ ഇറങ്ങിയത്. രാവിലെ ആയതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ വിട്ടടിച്ച് പോയിട്ടോ. നമുക്ക് ബേബീനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാനുള്ളത് കൊണ്ട്. സായുവിനെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് സായുവിനെ എടുത്തിട്ടില്ല കേട്ടോ. സായുവിനെ വീട്ടിൽ അനിയത്തിയുടെ കയ്യിലാക്കിയിട്ട് പോകുന്നു കേട്ടോ. ഫസ്റ്റ് ഒരു ചെരുപ്പ് വാങ്ങിക്കാണ്ടായിരുന്നു, എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി ആ സമയമായപ്പോഴത്തേക്കും. പിന്നെ പോണ വഴിക്ക് ചെരുപ്പ് വാങ്ങിക്കാമെന്ന് വെച്ച് കട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കടയിൽ കയറി എനിക്കൊരു ഷൂസ് വാങ്ങിക്കണമെന്നായിരുന്നു. പിന്നെ ഷൂസ് നോക്കി എടുത്തു. അധികം സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ എടുത്തിട്ടോ. കാരണം നമുക്ക് പോയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഷൂസ് എടുത്തേക്കുന്നത്. പിന്നെ അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കാറുണ്ട്, അത് സായോട്ടിന് വാങ്ങിക്കാമെന്ന് വെച്ചാൽ അതും വാങ്ങിട്ടോ. അതെടുത്തേ നമ്മൾ ലാബിലേക്ക് പോയി. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നെ അപ്പോൾ ലാബിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ആൽബി അവിടെ നിന്ന് പോയിട്ടോ. ലാബിൽ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി വിളിച്ചൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്, പക്ഷേ മോർണിംഗിൽ ആ ടൈം ആയതുകൊണ്ടായിരിക്കണം കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത അത്യാവശ്യം നല്ല ആംബിയൻസാണ്, നല്ല സോങ് ഒക്കെ വെച്ച് നല്ല ആംബിയൻസാണ്. നമ്മൾ നേരത്തെയും ഈ ലാബിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വിളിച്ചു. ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ട്. ബ്ലഡൊക്കെ കളക്ട് ചെയ്തു. നമ്മൾ ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ച് ഞാൻ ബസ്സിനാട്ടോ പോയിരുന്നേ. അപ്പോൾ ഇച്ചിരി ദൂരം നടക്കാനുണ്ട് കേട്ടോ. പിന്നെ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. നല്ല വെയിലുണ്ടായിരുന്നു. പതിയെ നടന്നു ബസ് സ്റ്റോപ്പിലൊക്കെ എത്തി. ബസ് വരാൻ കുറച്ചധികം നേരം ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറോളം നിന്നിട്ട് നമുക്ക് ബസ് കിട്ടിയത്. ബസ് കിട്ടിയപ്പോൾ തന്നെ സീറ്റ് കിട്ടി, അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ യൂഷ്വൽ ബസ്സിലൊക്കെയുള്ള നല്ല അടിപൊളി പ്ലേലിസ്റ്റും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. പിന്നെ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ആ ടൈം ആയപ്പോഴത്തേനും ഭയങ്കര ചൂടായിരുന്നു. ഞാൻ ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്, പക്ഷെ ഭയങ്കര ചൂടായതുകൊണ്ട് ഒരു സോഡാലേ ഉപ്പുമധുരം മിക്സ് ചെയ്തിട്ട് അത് കുടിച്ചു. വേഗം തന്നെ കുടിച്ചിട്ട് തിരിച്ച് ഓട്ടോയ്ക്ക് വന്നു കേട്ടോ. കാരണം എനിക്ക് വർക്കിന് കയറാണ്ട് ടൈം പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ യൂഷ്വലി നടന്നാണ് തന്നെ. അതുകൊണ്ട് ഓട്ടോയ്ക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക്